ഇപ്പോൾ എന്തായാലും ഭക്ഷണം എത്തിയിട്ടുണ്ട്. എന്തായാലും ചേട്ടാ നമ്മളിവിടെ വന്ന് സംസാരിച്ചു, ഒരു ഭക്ഷണം കൊണ്ടുവന്നു. എന്തോ പറയാമല്ലോ. ഇപ്പം ഇത് നേരത്തെ ഇവർക്ക് ചെയ്യായിരുന്നില്ലേ? ഇത് നേരത്തെ ചെയ്യായിരുന്നു. ഇതുവരെ 12 മണി 2 മണി കഴിക്കും. ഇനിയിപ്പോൾ ഉള്ളത് കഴിക്കുക, കിട്ടുവാനും കഴിക്കാതിരിക്കാൻ പറ്റിയല്ലോ. ഇതിനോളം പട്ടിണിക്കല്ലേ, കഴിക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ കഴിക്കുക. ഇത് വലിയ വാർത്തകളോ അല്ലെങ്കിൽ വലിയ സംഭവം ആക്കാതെ ഇവർക്ക് തീർക്കാൻ കഴിയുന്നതായിരുന്നു. ആദ്യമേ അവർക്ക് അത് ചെയ്യായിരുന്നല്ലോ. രാവിലെ തൊട്ട് ഇത്ര നേരം നമ്മളെ ഈ പിള്ളേരെ ഇട്ട് പട്ടിണി കിടത്തേണ്ട കാര്യമില്ല. അവർ രാവിലെ ഇതുപോലെ ഒരു ഫുഡ് കൊണ്ടല്ല, ചെറിയൊരു ദോശ എന്തെങ്കിലും കൊണ്ട് പിള്ളേർക്കാണെങ്കിൽ കൊടുത്താൽ മതി. അവരാ ചെയ്തിട്ടില്ല. ഇപ്പം അവരെത്തിച്ച് ഇപ്പം ഇവർ കൊണ്ടുവന്ന് പക്ഷേ ഇപ്പം ഇതിനകത്ത് കിടക്കുന്ന എല്ലാവരും പുറത്തുനിന്ന് പൈസ കൊടുത്ത് ഫുഡ് മേടിച്ചുകൊണ്ട് വെച്ചുക. ഈ ഓരോ റൂമിലും പോയി നോക്കിയാണ്ട് അപ്പുറത്തൊക്കെ അവർ കഴിച്ചിട്ടിരിക്കുക. അവരെല്ലാം പൈസ കൊടുത്ത് ഫുഡ് മേടിച്ച് കഴിച്ചിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഇത് കൊണ്ട് ആര് കഴിക്കാനിത്? പൈസ കൊടുത്ത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് ഇവിടെ പുറത്ത് കളയണം. ആ ഒരു അവസ്ഥയായി. രാത്രിയിലെങ്കിലും ഇനി കൃത്യമായിട്ട് മുടങ്ങാതെ കൃത്യമായി ഭക്ഷണം തരാനുള്ള സംവിധാനം ഇവർ ചെയ്യണം. അങ്ങനെ അഖിൽ നോക്കൂ, ഇപ്പോൾ ഭക്ഷണം എത്തിച്ചു, ഇപ്പോൾ ചോറ് എത്തിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കറികൾ എങ്ങനെ കൊണ്ടുവരും? ഇതുപോലെ 1-2 ആളുകൾ ഇതുപോലെ തൂക്കിയെടുത്ത് കൊണ്ടുവരികയാണ്. അവിടെ വാഹന സംവിധാനങ്ങളൊന്നും ഇല്ലേ? അവിടെ ഒരു സംവിധാനമില്ലേ അഖിൽ? അവിടെ വേറൊരു ക്യാമ്പിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരുന്നതെങ്കിൽ അവിടെ ഒരു സംവിധാനമില്ലേ? അവിടുത്തെ ക്യാമ്പിൽ നിന്ന് ഒരു വാഹനത്തിൽ ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം ഒന്നിച്ചെത്തിക്കുന്ന ഒരു സംവിധാനമില്ലേ? അഖിൽ കേൾക്കുന്നുണ്ടോ? ചെയ്യാൻ തയ്യാറാണ്. കേൾക്കുന്നുണ്ട്, തീർച്ചയായും കേൾക്കുന്നുണ്ട്. അതായത് ഇതിപ്പോ 1-2 പേർ കുറച്ച് ചോറ് കൊണ്ടുവന്ന് വെച്ചു. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ എന്ന് വരും? കൊണ്ടുവന്ന ആളുകളോട് ചോദിക്കൂ, ഇതാണോ അവരുടെ കൃത്യമായ ഒരു സംവിധാനം ഇല്ലേ എന്നുള്ള ചോദ്യം അവരോട് ചോദിക്കൂ. എന്നതേക്ക് എന്തൊക്കെയോ കറി കൊണ്ടുവരുന്നുണ്ട്. അത് തൊട്ടപ്പുറത്തെ ക്യാമ്പിൽ നിന്നും കറി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വില്ലേജ് ഓഫീസർ ഇവിടെ ഉണ്ട്. വില്ലേജ് ഓഫീസർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് അപ്പുറത്തെ ക്യാമ്പിലേക്ക് ഭക്ഷണത്തിന്റെ ഒരു മിനിറ്റ്, അദ്ദേഹം എനിക്ക് തോന്നുന്നു MLA-യോടോ മറ്റു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോടോ സംസാരിക്കുകയാണ്. വില്ലേജ് ഓഫീസർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും എന്തോ ഒരു കറി കൂടി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവർ പറയുന്ന ചില ന്യായങ്ങൾ, പാത്രമില്ല അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളില്ല എന്നുള്ള കാര്യമൊക്കെയാണ്. പക്ഷെ അതൊന്നും ഒരു ന്യായമല്ല. ആളുകൾ വിശന്നിരിക്കുന്നവരാണ്. ഇപ്പോൾ ഈ കൊണ്ടുവരാൻ കഴിഞ്ഞത് നേരത്തെ കൊണ്ടുവരാൻ എന്തായിരുന്നു ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്നുള്ള ചോദ്യം തന്നെയാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. സാർ ഇപ്പോൾ ഇതിപ്പോൾ എല്ലാം എത്തിക്കും, എന്താണ് അവസ്ഥ? ഭക്ഷണം തൊട്ടടുത്ത ക്യാമ്പിൽ നിന്ന് തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ ക്യാമ്പിൽ ഉൾപ്പെട്ട പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പറാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ 1-ാം വാർഡിൻ്റെ മെമ്പറാണ് നിൽക്കുന്നത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. മുനിസിപ്പാലിറ്റിക്ക് ഇവിടെ ഇത്രയും ഭക്ഷണം ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ, പാത്രങ്ങൾ ഉൾപ്പെടെ ഇത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ട് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ ഏകദേശം 20ഓളം ക്യാമ്പുകൾ ഫംഗ്ഷനിങ് ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു താൽക്കാലിക ബുദ്ധിമുട്ട് കാരണമാണ് തൊട്ടപ്പുറത്തെ ക്യാമ്പിൽ നിന്ന് സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട് ഭക്ഷണം അവിടെ പോയി കഴിക്കാൻ പറഞ്ഞത്. അത് മെമ്പറെ അറിയിച്ചിരുന്നു. മെമ്പറുടെ കൂടെ ധാരണയിലാണ് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ ഇവർ ബുദ്ധിമുട്ട് പറഞ്ഞു. അവിടെ ഇപ്പോൾ ഭക്ഷണം അഖിൽ ചോദിക്കൂ, ഒരു ക്യാമ്പ് തുറന്ന് അവിടുത്തെയുള്ള ഈ ദുരിതബാധിതർക്ക് ഭക്ഷണം മറ്റെവിടെയെങ്കിലും പോയി മറ്റേതെങ്കിലും ക്യാമ്പിൽ പോയി കഴിക്കൂ എന്ന് പറയുന്നത് ശരിയാണോ അഖിൽ? നോക്കൂ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുകയാണ്. ആദ്യം കുറച്ച് ചോറ് കൊണ്ടുവന്ന് വെക്കുന്നു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് ഒരാളൊരു കറി തൂക്കിക്കൊണ്ട് വരുന്നു. ഇനിയും ബാക്കി സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല. ഇതെന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സംവിധാനമില്ലേ? ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്ന് ഇറക്കാവുന്നതല്ലേ ഉള്ളൂ. വേറൊരു ക്യാമ്പിൽ നിന്നാണ് കൊണ്ടുവരുന്നത് എങ്കിൽ ഒരു വാഹനത്തിൽ ഭക്ഷണം ഒരുമിച്ച് കൊണ്ടുവന്ന് വെക്കാവുന്നതേ ഉള്ളൂ. അത് സമയത്തിന് എത്തിക്കാവുന്നേ ഉള്ളൂ. 2 കാലായി സമയം. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അവർ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. നോക്കൂ, ഇതാണ് കാഴ്ച. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ സംസാരിച്ചതായിട്ടോ പറഞ്ഞായിട്ടോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നോട് അങ്ങനെ ആരും അറിയിച്ചിട്ടുമില്ല. ഓക്കെ, ചേച്ചിയോട് ഞാനത് സംസാരിക്കാം. പിന്നെ താങ്കൾ അതിനു മുമ്പ് ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, എന്തായിരുന്നു അത്? ബുദ്ധിമുട്ട്, അതായത് ഗ്യാസ് നമ്മളിവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ പാചകം ആരംഭിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ പറഞ്ഞ പോലെ പാത്രങ്ങളും മറ്റ് സ്റ്റൗവും മറ്റ് അപ്പോൾ അവർക്ക് ഭക്ഷണം എത്തുന്നുണ്ട്. പക്ഷേ അത് വളരെ പതുക്കെയാണ്. ആദ്യം ചോറ് വരുന്നു, പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കറി കൊണ്ടുവരുന്നു. ഇതൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതായിരുന്നു. ഈ ഏകോപനത്തിൽ വലിയ പാളിച്ച തന്നെയാണ് ഉണ്ടായിരുന്നത്. കുറേ 150 മനുഷ്യർ. അവിടുത്തെ നഗരസഭാ ചെയർമാൻ പറയുന്നത് അങ്ങനെ ഒരു സ്കൂളേ ഇല്ലെന്നാണ്. അങ്ങനെ ഒരു കുറേ ആളുകളെ ഇല്ല, അവർക്കൊരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യരൊക്കെ പറയുന്നത് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ വില്ലേജിൻ്റെ പരിധിയിൽ തന്നെ നിലവിൽ 10ഓളം ക്യാമ്പുകളുണ്ട്. ഞാൻ പൂവം ഭാഗത്ത് പോയിട്ട് വന്നതാണ്. അപ്പം കൺസേൺഡ് വാർഡിൻ്റെ മെമ്പർ ഇവിടെ ഉണ്ടായിരുന്നു. മെമ്പറുമായിട്ട് ഞാൻ സംസാരിച്ചാണ്. മെമ്പർ അടുത്ത് ഇപ്പോൾ ചോദിച്ചാൽ അറിയാം. അപ്പോൾ ഈ കാര്യങ്ങൾ മെമ്പർ ഈ ആളുകളോട് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ളതാണെന്ന് നമ്മുടെ ധാരണ.
ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നത് അറിഞ്ഞത്. അപ്പോൾ ഇവർക്ക് അപ്പുറത്ത് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ താൽക്കാലിക സംവിധാന നിലയിൽ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാഫിനെ വിളിച്ചിട്ട് അവിടുന്ന് പാത്രത്തിൽ താങ്കൾക്ക് കാണാം ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണം കിട്ടും. ഇവർക്ക് ഇവിടെ തന്നെ ഭക്ഷണം വൈകുന്നേരം ഇവിടെ സാധനങ്ങൾ ഇൻറ്റൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റവും മറ്റ് സാധനങ്ങളും മുനിസിപ്പാലിറ്റി എത്തിച്ചു കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ സെക്രട്ടറിയും വിളിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തഹസിൽദാർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പം വൈകുന്നേരം തന്നെ ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ പാചകം ചെയ്യാനുള്ള മറ്റ് പാത്രങ്ങളും മറ്റ് സാധനങ്ങളും ഇവിടെ എത്തും. ഇന്ന് വൈകുന്നേരം തന്നെ ഇവർക്ക് ഇവിടെ അടുക്കള ഓപ്പൺ ചെയ്ത് ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നിലവിലെ സാഹചര്യം.